ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല റൈസിൻ്റെ റെസിപ്പി ആയിട്ടാ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന നല്ല ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീട്ടിലിട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. നമ്മൾ ചില്ലി ചിക്കനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ അതിലും ചെറുതായാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് 2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾ, 1/2 ടീസ്പൂണോളം ഗരം മസാലയും, ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പും 1 ടീസ്പൂണോളം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂണോളം ലെമൺ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ എടുത്ത് വെക്കാം കേട്ടോ. ഇനി ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടാരി വരുമ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ട് 2 സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ചിക്കൻ്റെ പീസൊക്കെ നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതാ ഇതുപോലൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു 2.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 വലിയ സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ സവാള ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒന്ന് കളറൊന്ന് മാറി വന്നാൽ മാത്രം മതി, ഒരുപാട് അങ്ങ് വഴന്നുകൊണ്ട് ആവശ്യമൊന്നുമില്ല. ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 3 വലിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മൾ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ ഇതൊന്നും കൂടുതൽ സമയം നമ്മൾ വഴറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വഴറ്റി കൊടുത്തിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരും. നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിലൊന്ന് അടിക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 വിസിലിന് ശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഇതൊന്ന് തുറന്ന് നോക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് ആ വീഡിയോ ഒന്ന് മിസ്സായി പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണോളം ഗരം മസാല, ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ 1 ടീസ്പൂണോളം നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മസാലയിലൊന്ന് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി വിസിൽ അടിക്കണ്ടെന്നാണെന്നുണ്ടെങ്കിൽ ഇതിന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഇത് അടിപൊളിയായിട്ട് നമുക്ക് എല്ലാം കൂടി മിക്സ് ആയിട്ട് കിട്ടും. ഇപ്പം നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ചിക്കൻ വേവുന്ന സമയത്ത് വെള്ളമൊന്നും ഒഴിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ സാധാരണ അരി വേവിക്കുമ്പോൾ അരിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീരുണ്ടല്ലോ, ലെമൺ ജ്യൂസ്, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് അധികം ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ കൈ വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ ചിക്കന് 1/2 കിലോ റൈസ് തന്നെയാട്ടോ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ എടുക്കുന്നതാണെങ്കിൽ നമ്മളെ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ കേട്ടോ. ഇതാ നമ്മളിനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ സ്പൂണ് മുങ്ങിക്കിടക്കുന്ന രീതിക്ക് നമ്മൾ വെള്ളം വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ ഫുൾ ഫ്ലെയിമിലും ഒരു വിസിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 2 വിസിലാണ് ഇത് അടിച്ചിട്ടുള്ളത്. ഒരു വിസിൽ നമ്മൾ ഫുൾ ഫ്ലെയിമിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ അടച്ചതിന് ശേഷം നമ്മൾ രണ്ടാമത്തത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം അടിച്ചെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് ശേഷം തുറന്ന് നോക്കാം കേട്ടോ. അപ്പം നമ്മൾ അടിപൊളി റൈസ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അടിപൊളി ചിക്കൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ഇറച്ചി വെച്ചിട്ടൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഇതുപോലൊന്ന് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ കഴിക്കുന്ന റൈസിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ബൈ, താങ്ക് യു.